ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ 10 മഹാമാരികളിലൂടെ ഈജിപ്തിനെ ശിക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ സത്യദൈവം കർത്താവായ യേശുക്രിസ്തു യഹോവയായ ദൈവമാണെന്ന് വെളിപ്പെടുത്തി തൻ്റെ ജനത്തെ വിടുവിച്ച അതേ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കണ്ട് അനുഭവിച്ചറിഞ്ഞ് ഈജിപ്തിൽ നിന്നും പലായനം ചെയ്ത് ഇസ്രായേലിലേക്ക് പോകുന്ന, കാനാൻ ദേശത്തേക്ക് പോകുന്ന, മരുഭൂമിവാസത്തിലായിരിക്കുന്ന ജനത്തെ അവരുടെ പ്രവൃത്തി കൊണ്ട് ദൈവം തന്നെ ന്യായം വിധിച്ച ഏകദേശം 6 മേഖലകളെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ പരിശോധിച്ചു. 7ാമത്തെ മേഖലയായ ഉറ്റുനോക്കാൻ പോകുന്ന ജോഷുവയെയും കാലേബിനെയും മറ്റ് 10 ഗോത്രങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികളെയും നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ന് നമ്മളിൽ പലരും അങ്ങനെയാണ്, ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കാൻ പോകുന്നവരാണ്. തീർത്ഥാടന കേന്ദ്രങ്ങളിലും മറ്റു പലയിടത്തും ദൈവിക പ്രവൃത്തികളെ ഉറ്റുനോക്കാൻ പോകുന്നവരാണ്. പണ്ട് ഞങ്ങളുടെ അടുത്തൊരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു വിഗ്രഹത്തിൽ നിന്നും രക്തം വരുന്നു, അതിൻ്റെ ഫോട്ടോയിലൊക്കെ രക്തം വരുന്നു, വിഗ്രഹങ്ങളിൽ രക്തം വരുന്നു. ഈ സംഭവം ഞങ്ങൾ കേട്ടറിഞ്ഞു. അപ്പോൾ കേട്ടറിഞ്ഞപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം, ഇതെന്താ സംഭവം എന്ന് അറിയണമല്ലോ. നമ്മൾ അറിയാതെ എല്ലാത്തിനെയും കയറി നമുക്ക് അത് ശരിയാണെന്നോ തെറ്റാണെന്നോ നമുക്ക് പ്രസ്താവിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞങ്ങളൊരു പരിശോധനയ്ക്ക് വേണ്ടി ഞങ്ങൾ യുവാക്കളെല്ലാവരും കൂടി വീട്ടിലോട്ട് ചെല്ലാനായിട്ടുള്ളൊരു തീരുമാനം എടുത്തു. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി ഞങ്ങളിങ്ങനെ വീട് ചോദിക്കാനായിട്ട് ആ സ്ഥലത്ത് ചെന്നപ്പം അവിടെ ഉണ്ടായിരുന്ന ചായക്കടയിലെ ചേട്ടൻ പറഞ്ഞു, അയ്യോ ആ രൂപങ്ങളും ഇതെല്ലാം എടുത്തുകൊണ്ടെന്ന് അച്ഛൻ പള്ളിയിലേക്ക് വെച്ചു, ഇപ്പോൾ വണങ്ങാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ ഞങ്ങൾ പള്ളിയിലേക്ക് ആദ്യം പോകാമെന്ന് ചോദിച്ചു. നേരെ പള്ളിയിൽ ചെന്നപ്പോൾ ശരിയാണ്, ആൾത്താരുടെ സൈഡിൽ അതിന് പ്രത്യേക സ്ഥലമൊക്കെ തയ്യാറാക്കി ഈ പറയുന്ന രൂപങ്ങളും വിഗ്രഹങ്ങളും എല്ലാ സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ചെല്ലുമ്പോൾ നല്ലൊരു ജനക്കൂട്ടമുണ്ട്, കുറേ പേര് അതിനെ വണങ്ങുന്നു, തൊട്ടുമുത്തുന്നു, ഫോട്ടോ എടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഇങ്ങനെ പലവിധ കലാപരിപാടികളൊക്കെ നടക്കുന്നു. അപ്പോൾ ഇത് ഞങ്ങളിങ്ങനെ കണ്ടു, കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോ ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു, ഇത് ഏത് വീട്ടിലാണ് സംഭവിച്ചത്, ഇതെവിടെയാണ് സംഭവിച്ചത്, ഈ പ്രാർത്ഥനയുള്ള അല്ലെങ്കിൽ ദൈവം അനുഗ്രഹം പ്രവർത്തിച്ചോ, വലിയ അത്ഭുതം പ്രവർത്തിച്ച് വീടൊന്ന് കാണണമല്ലോ എന്ന് കരുതി ഞങ്ങൾ നേരെ ഈ വീട് അന്വേഷിച്ചിറങ്ങി ഈ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ ഈ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പ്രായമുള്ള അമ്മച്ചി മാത്രമേ ഉള്ളൂ, വേറെ ആരെയും അവിടെ കാണുന്നില്ല. അപ്പോൾ അമ്മച്ചിയുമായിട്ട് സംസാരിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞത് ദൈവം വൻ കാര്യങ്ങൾ ചെയ്തു എന്നുള്ള രീതിയിൽ അമ്മച്ചി ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര എക്സാജുറേറ്റ് ചെയ്ത് ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മച്ചിയോട് ഞങ്ങൾ ചോദിച്ചത് നിരന്തരം ഇവിടെ പ്രാർത്ഥനയുണ്ടോ? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, അങ്ങനെ നിരന്തരം പ്രാർത്ഥനയൊന്നുമില്ല, ചിലപ്പോൾ പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, ഞാൻ ഡെയിലി പള്ളിയിൽ പോകുന്ന ആളാണ്, പക്ഷേ പ്രാർത്ഥിക്കാൻ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഞാൻ ഇറങ്ങാനായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ മകൻ ഭയങ്കര മദ്യപാനിയാണ്, അവൻ കള്ളു കുടിച്ചുകൊണ്ട് വരും, ഭയങ്കര ബഹളം ഉണ്ടാക്കും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്, എന്നെ തല്ലും, എന്നെ ഇത് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഞാൻ നിരന്തരം അനുഭവിക്കുന്നതാണ്, പക്ഷേ സന്ധ്യാപ്രാർത്ഥന എത്തിക്കാൻ മകൻ സമ്മതിക്കാറില്ല. അങ്ങനെ അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ ഈ അത്ഭുതം നടന്നല്ലോ, അപ്പോൾ മകൻ എന്തെങ്കിലും മാനസാന്തരം വലിയ മാറ്റമൊന്നും കാണുന്നില്ല, മാറുമായിരിക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ആ സംഭവം കഴിഞ്ഞ് ഞങ്ങൾ അന്വേഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. കുറച്ച് കാര്യം കഴിഞ്ഞപ്പോൾ ഒരു ഏകദേശം ഒരു ആഴ്ച, 2 ആഴ്ച, 3 മാസം, ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച കഴിഞ്ഞ് 1 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനൊരു സുഹൃത്ത് അവിടെ ഉണ്ട്. അപ്പോൾ സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട് ആ പുള്ളിക്ക് വല്ല മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അച്ഛനാ രൂപമൊക്കെ തിരിച്ചു കൊടുത്തേച്ചോട്ടോ എന്ന് പറയാം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അത് നമ്മുടെ അമ്മച്ചിയുടെ ചെറിയൊരു വിദ്യയായിരുന്നു. കാരണം അമ്മച്ചി മോൻ മാനസാന്തരപ്പെടാൻ വേണ്ടി ചെറുതായി കുറച്ച് മറ്റേ സംഭവമൊക്കെ എടുത്ത് തൂത്തതാണ്, അല്ലാതെ വേറെ സംഭവമൊന്നുമില്ല. മകൻ ഭയങ്കര കുടിയും പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് മകനെ ഒന്ന് മാനസാന്തരപ്പെടുത്തുവാൻ ഒരു അത്ഭുതം തന്നെ സ്വന്തം വീട്ടിൽ നടന്നു എന്നൊന്ന് കാണിക്കാൻ വേണ്ടി അമ്മച്ചി ചെയ്തൊരു ചെറിയ കുരുക്കു വിദ്യയായിരുന്നു. ഇങ്ങനെയുള്ള ചില അമ്മച്ചിമാരുണ്ട്, ഇങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ. അതായത് ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കത്തില്ല, പകരം ഞങ്ങൾ പ്രവർത്തിച്ചാലേ വല്ലതും നടക്കൂ, സ്വന്തം കഴിവുകളിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ചില മേഖലകൾ, ചില വ്യക്തിത്വങ്ങളൊക്കെ നമ്മുടെ കൂടെയുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സംഖ്യാപുസ്തകം അതിൻ്റെ 13-ാം അധ്യായം. ദൈവം കാനാൻ ദേശം നോക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത കാലേബ്, ജോഷുവ, അതുപോലെ 10 ഗോത്രങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ. ഇവരെല്ലാവരും പോയി അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ നടക്കത്തില്ല. കാരണം ഒരു രീതിയിലും ഒരു പരിപാടി നടക്കത്തില്ല. അവിടെ നല്ല അനാക്യമികളെ പോലെ, രാക്ഷസന്മാരെ പോലുള്ള ജനമാണ്. അവിടെ കാര്യം മുന്തിരിയൊക്കെ ഉണ്ട്, കർത്താവ് പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ്, തേനും പാലും ഒഴുകുന്ന നാടാണ്, നല്ല അനുഗ്രഹമുള്ള നാടാണ്, വലിയ മുന്തിരിക്കൊലയൊക്കെ അവർ കൊണ്ടുവന്നു. പക്ഷേ അവിടുത്തെ ജനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ വെറും വിട്ടിലുകളെ പോലെ, അല്ലെങ്കിൽ ഉറുമ്പിനെ പോലെ, രാക്ഷസന്മാരെ പോലെയുള്ള വലിയ ജനമാണ്. നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവന്മാരെല്ലാവരോടും നമ്മളെ ഞെക്കിക്കൊല്ലത്തേ ഉള്ളൂ. ഇതാണ് 10 ഗോത്രങ്ങളിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ പറഞ്ഞു. എന്നാൽ കാലേബും ജോഷുവയും മാത്രം നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു. അങ്ങനെയല്ല, നോ, ദൈവം നമ്മുടെ കരങ്ങളിൽ അവരെ ഏൽപ്പിക്കും. കാരണം ചെങ്കടലിനെ പിളർത്തിയ ദൈവം ഈജിപ്ത് എന്ന് പറയുന്ന ഒരു വലിയ സമൂഹത്തെ, ഒരു വലിയ രാജ്യത്തെ, ഈജിപ്തിലെ രഥങ്ങളും കുതിരകളും കുതിരപ്പടയാളികളും അതിൻ്റെ ഇരുമ്പ് ആയുധങ്ങളെയും എല്ലാം കടലിൽ മുക്കിയ ദൈവം ഇവരെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കും. ഇതാണ് കാലേബിൻ്റെയും ജോഷുവയുടെയും വിശ്വാസം. എന്നാൽ കാലേബിൻ്റെയും ജോഷുവയുടെയും വിശ്വാസത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മറ്റ് 10 ഗോത്രങ്ങളുടെ ആളുകളുടെയും വിശ്വാസം. കാരണം അവർ പറയുന്നത് അവർക്ക് മാനുഷികമായ കണ്ണുകളിലൂടെ ഇതിനൊക്കെ കാണുന്നു. നമ്മളിൽ പലരും അങ്ങനെയാണ്. ഒരു ഇഴജന്തു വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ എടപ്പള്ളിക്ക് കോഴീനെ തരും. പുണ്യാളിനിരിക്കട്ടെ ഒരു കോഴി. കാരണം പുണ്യാളിലാണ് ഈ ഇഴജന്തുക്കളെ, പാമ്പിനെ
പാമ്പിൻ്റെ കാര്യത്തിൽ നോക്കാൻ ആളേക്കാൾ വേറെ ആളില്ല. ഇതാണ് നമ്മുടെ ചിന്ത, നമ്മുടെ രീതി അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രബോധന രേഖകൾ നമ്മൾ പരിശോധിച്ചാൽ ഈ പറയുന്ന സെയിൻറ്റ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി കത്തോലിക്ക സഭയുടെ വിശുദ്ധരുടെ അനുദിന വിശുദ്ധരുടെ ആ കണക്കിൽ, ആ ലിസ്റ്റിലില്ല. രണ്ടാം വത്തിക്കാൻ സുനോസോട് ആ ലിസ്റ്റിൽ നിന്ന് എടുത്ത് മാറ്റി. അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവിയെക്കുറിച്ചോ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തെളിവുകളുമില്ല. ഇത് വെറും ഒരു കൽപ്പിത കഥ മാത്രമാണ്. ചില ആളുകൾ ചില കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കൽപ്പിത കഥകളുടെ പിന്നാലെയാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് സഭ ആ ലിസ്റ്റിൽ നിന്ന് എടുത്ത് പുറത്താക്കി. ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല. ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഇതിനാണ് ഭയങ്കര പ്രാധാന്യം. ഇങ്ങനെ പലവിധ കാര്യങ്ങൾക്ക് നമുക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണയ്ക്ക് വേണ്ടിയിട്ട് പല ആളുകളെ നമ്മൾ കാറ്റഗറി തിരിച്ചു വെച്ചിരിക്കുക. IELTS പാസ്സാക്കുന്ന ഇന്ന ആൾ, വിദേശത്തേക്ക് കൊണ്ടുപോകുന്ന മറ്റേ ആളാണ്, മറ്റേ ജോലി മേഖലകൾ തടസ്സം മാറ്റുന്നത് ഇങ്ങനെയാണ്, കുരുക്കഴിക്കുന്ന ആളാണെങ്കിൽ വേറെയാണ്, ഗർഭിണികളുടെ ആശ്വാസം വേറെയാണ്. ഇങ്ങനെ പലർക്കും പലവിധ ആളുകളിലേക്ക് നമ്മൾ വിഭജിച്ചു കൊടുത്തിരിക്കുക. സർവശക്തനായ ദൈവത്തിൻ്റെ കഴിവിനെ നമ്മൾ കാണുന്നില്ല. അല്ലെങ്കിൽ ദൈവം എല്ലാത്തിനും യോഗ്യനെന്ന ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ പുതിയ തലമുറയിൽ നിന്ന് ഇല്ലാതെയായിപ്പോയി. നമ്മളാരെയും കുറ്റം പറയുകയല്ല, പക്ഷെ നമ്മൾ ഇനിയെങ്കിലും സ്വയം ചിന്തിക്കണം. കാലേബും ജോഷുവയും പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ ദൈവം, സർവശക്തനായ ദൈവം, ഉറങ്ങാത്തവൻ, മയങ്ങാത്തവൻ, ചെങ്കടലിനെ പിളർത്തി നമ്മളെ ഇവിടെ എത്തിച്ചവൻ, ഈജിപ്തിൻ്റെ അധികാരത്തെയും അവൻ്റെ രഥങ്ങളെയും കുതിരകളെയും തകർത്ത് നമ്മെ വീണ്ടെടുത്ത വിടുവിച്ച ദൈവം, രണ്ട് സ്ഥലത്തേക്ക് ഭിത്തി പോലെ നിന്നതിൻ്റെ നടുവിലൂടെ നമ്മളെ നടത്തി. എന്നാൽ നമ്മുടെ ശത്രുവായ ഈജിപ്തിനെയും അവൻ്റെ ഫറവോയെയും അവൻ്റെ രഥങ്ങളെയും മുക്കിത്താഴ്ത്തിയവൻ ഈ സ്ഥലത്തെയും നമ്മുടെ സ്വന്തമാക്കുമെന്ന് വിശ്വസിച്ച ജോഷുവയും കാലേബും നേടി. ആ ജോഷുവയും കാലേബും അല്ലാത്തവരെ നേടിയില്ല എന്ന വചനം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് നമ്മുടെയും അവസ്ഥ തന്നെയാണ്. നമ്മളുടെ ഇഴജന്തുക്കളുടെ പ്രശ്നത്തിനോ നമ്മുടെ ആവശ്യത്തിനോ നമ്മുടെ ഭൗതിക നേട്ടത്തിനോ വേണ്ടി നമ്മൾ ഇത്തരം ആശ്രയങ്ങളിലേക്ക് മാത്രം പോകുമ്പോൾ നമ്മൾ പറയാതെ പറയുന്നത് എൻ്റെ ദൈവത്തിന് ശക്തിയില്ലെന്നാണ്, എൻ്റെ ദൈവം പ്രവർത്തിക്കത്തില്ലെന്ന്, എൻ്റെ ദൈവത്തിന് അത് കഴിയത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ മറ്റു പലരെയും ആശ്രയിക്കുന്നു എന്ന തരത്തിലേക്ക് നമ്മളിവിടെ കടന്നു പോകുന്നത്. ജോഷുവും കാലേബിൻ്റെയും വിശ്വാസം എത്ര പേർക്കെന്ന് പറയാൻ പറ്റും? എനിക്കുണ്ട്. എൻ്റെ ദൈവം സർവത്തിനും മതിയായവൻ. വിശുദ്ധ കുർബാനയിലൂടെ, അന്ത്യത്താഴത്തിലൂടെ യേശു ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹം മതി. ക്രിസ്തുവിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം മതി, മറ്റൊന്നും ഞങ്ങൾക്ക് വേണ്ട. വിശുദ്ധൻ എങ്ങനെ വിശുദ്ധനായോ അങ്ങനെ വിശുദ്ധനായിട്ടുണ്ടെങ്കിൽ ആ മേഖല ഞങ്ങൾ അനുകരിക്കും. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നിങ്ങൾ ഞങ്ങളെ അനുകരിക്കുവിൻ, ഞങ്ങൾ കാണിച്ചത് നല്ല മാർഗങ്ങൾ നിങ്ങൾ അനുകരിക്കുവിൻ. എന്നാൽ പൗലോസ് തന്നെ പറയുന്നു, ഞങ്ങൾ തന്നെ വന്ന് പറഞ്ഞ കാര്യം നേരെ എതിര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ വേണ്ടെന്ന് പറയുന്നു. അപ്പം ഇത്രയും കൃത്യതയോടുകൂടി അപ്പസ്തോലൻ പറഞ്ഞിട്ട് നമുക്ക് ഈ ബോധ്യം ഇപ്പോഴും വന്നിട്ടില്ല. പ്രിയമുള്ളവരെ, ജോഷുവും കാലേബും ചെയ്തതുപോലെ എത്ര പേർക്ക് ചെയ്യാൻ പറ്റും? ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് ദൈവത്തിൻ്റെ മഹാമാരി അവിടെ കടന്നു വന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ജോഷുവും കാലേബും ഒഴിച്ച് ബാക്കി ഒരാൾ പോലും അതിൻ്റെ അകത്ത് പ്രവേശിക്കാത്തവണ്ണം ദൈവം തൻ്റെ മഹാമാരിയെ അയച്ചു, ദൈവം തൻ്റെ ശിക്ഷാവിധിയെ അയച്ചു, ദൈവത്തിൻ്റെ ന്യായവിധി അവിടെ സംഭവിച്ചു. കാരണം നമ്മുടെ ദൈവം അഗ്നിയാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകണം. നിക്കോദേമോസിനോട് ദൈവം പറയുകയാണ്, യേശു പറയുകയാണ്, ഈ ഭൂമിയിലുള്ള കാര്യം നിനക്കൊരു മാർഗമായില്ലെങ്കിൽ, ഒരു പാഠമായില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ നീ ദർശിക്കത്തില്ല. ഈ ഭൂമിയിൽ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നിനക്ക് ബോധ്യം വന്നിട്ടില്ലെങ്കിൽ, ഇത് നമ്മളോട് കർത്താവ് പറയുന്നത് അതേ നിക്കോദേമോസിനോട് പറഞ്ഞ വാക്യം തന്നെയാണ്. ഈ ഭൂമിയിലെ കാര്യങ്ങളാണ് ഞാൻ നിന്നോട് പറയുന്നത്. അവിടെ ജോഷുവും കാലേബും അനുഭവിച്ച കാര്യങ്ങൾ, ഇതൊക്കെയാണ് പഴയ നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ ജനം പെറുവിറുത്തത്, അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ബച്ചയുണ്ടാക്കിയത്, ദൈവത്തിനെതിരെ പറഞ്ഞത്, ഇത് നിനക്ക് ഇപ്പോഴും സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, ഇത് മനസ്സിലാക്കാനോ ഇത് ഉൾക്കൊള്ളാനോ സാധിക്കുന്നില്ലെങ്കിൽ, നീ സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് നീ അറിയാൻ പോകുന്നില്ല. സ്വർഗീയ കാര്യം എന്താണെന്ന് പോലും നീ തിരിച്ചറിയാൻ പോകുന്നില്ല. അത് നിൻ്റെ പ്രത്യാശ പോലുമല്ല. ദൈവം നിന്നെ കാണത്തില്ലെന്ന്. കാനാൻ ദേശത്ത് നീ പ്രവേശിക്കത്തില്ല. സ്വർഗത്തിൻ്റെ അകത്ത് നിനക്ക് യാതൊരുവിധ പ്രവേശനം ഉണ്ടാകത്തില്ല. ഈ കാര്യം വ്യക്തമായി നിക്കോദേമോസിനോട് കർത്താവ് പഠിപ്പിക്കുകയാണ്. നമ്മളോട് ഇത് തന്നെയാണ് ദൈവം പറയുന്നത്. ഇന്ന് ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല കർത്താവേ, നിന്നെ ആരാധിക്കുവാൻ. കാരണം ഞങ്ങൾ പാപികളായിരിക്കെ, ഞങ്ങൾ തിന്മ ചെയ്തിരിക്കെ, ദൈവത്തിന് അയോഗ്യനായി മാറിയിരിക്കെ, ഈ അയോഗ്യതകളെ കാണാതെ, പാപത്തിൻ്റെ മേഖലകളെ കാണാതെ ഞങ്ങളെ കണ്ട് തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിക്കുന്ന ക്രിസ്തുവിലായിരിക്കുമ്പോൾ അവനിൽ മാനസാന്തരപ്പെട്ടാൽ അവൻ വീണ്ടെടുക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ മാത്രം കാണുവാൻ ദൈവമേ ഞങ്ങളെ ബലപ്പെടുത്തണമേ. ക്രിസ്റ്റോസെൻട്രിക്ക, യേശു ഏക രക്ഷകനെന്ന് ആ ശക്തിയോടെ പറയുവാൻ, വളരെ കൃപയോടെ പറയുവാൻ, എല്ലാവരുടെയും മുഖത്ത് നോക്കി, മറ്റുള്ളവരെ നോക്കിപ്പോലും പറയുവാൻ തക്കവണ്ണം ജോഷുവും കാലേബും തങ്ങളുടെ വിശ്വാസം ഏറ്റു പറഞ്ഞതുപോലെ, തങ്ങളുടെ പ്രത്യാശ ഏറ്റു പറഞ്ഞതുപോലെ, ദൈവം ഞങ്ങളുടെ കരത്തിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെ പറയുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ, ദൈവം നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അതിനുള്ള കൃപ നമുക്ക് ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലെസ് യു.